എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഹരിതഗൃഹ പ്രഭാവം. പക്ഷെ ആ ഒരു സംഭവം അല്ലാതെ ഗ്രീൻ എന്ന് പറഞ്ഞത് പച്ച, ഹൗസ് എന്ന് പറയുന്നത് വീട് എന്ന രണ്ട് വേർഡായിട്ടാണ് ചിലവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഗ്രീൻ ഹൗസിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും. தெரியாதா இங்கிலீஷ்? அண்ணன் மதுராவில் 5 பெரிய டியூட்டோரியல் காலேஜ் வச்சிருக்கு சார். எல்லாத்துக்கும் இவருதான் பிரின்சிபல். ഇംഗ്ലീഷ് പെരിയ നോളജ്. അറിയാത്തോണ്ടായിരിക്കും. വിസിൽ അപ്പൊ തന്നെ അടിക്കണം, ഒരേപോലെ അടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക്. ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്? അല്ല, ഇത് ഇങ്ങനെ തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ കയ്യില് കാണാൻ പറ്റാത്ത ബാക്ടീരിയ ഉണ്ട് സർ. സോറി, ഇറ്റ്സ് വെരി പവർഫുൾ. വളരെ നന്നായിട്ട് വാഷ് ചെയ്യും. ബാക്കിലൊക്കെ ഈ ഫിംഗേഴ്സിനിടയിൽ വാഷ് ചെയ്യും. കമന്റ്സ് അതൊക്കെ ശരിക്കും നിങ്ങൾ നോക്കാറുണ്ടോ? സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആരിലും ഒക്കെ ഷെയർ ചെയ്ത് തരുമ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നാമത് എനിക്ക് തിരക്കാണ്. സിനിമ, സീരിയൽ, നെട്ടോട്ട് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നാ തിരിയാൻ പറ്റും. ചെരുപ്പിന്റെ കുഴപ്പമായിരിക്കും, നല്ലൊരു ചെരുപ്പായിട്ടൊന്നും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോ നോർമൽ കേസിൽ നോർമലായിട്ട് ഒരാള് വണ്ടി ഇപ്പൊ ഒരു മോളിൽ കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ ഓൾമോസ്റ്റ് എന്തായാലും CCTV ക്യാമറ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അവിടെ കൊണ്ട് ചെന്നിട്ട് താങ്കൾ എന്റെ കാറിന് ആരെങ്കിലും സ്ക്രാച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുന്നുണ്ട്. ഇല്ല, അത് ഹലോ, ഞാനാ കണ്ടിട്ടുള്ളത്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിംഗ് 1 സ്റ്റാർ റേറ്റഡ് ട്രെയിൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റാർ റേറ്റഡ് ട്രെയിൻ ആക്കാൻ പോവുകയാണ്. ഇവർ കൊടുത്ത ഓരോ റേറ്റിംഗും നമ്മൾ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് നമ്മളൊരു 5 സ്റ്റാർ റേറ്റിംഗ് ആക്കി ഈ വീഡിയോയിൽ കൺവേർട്ട് ചെയ്യുന്നതുമായിരിക്കും. കാർത്തിക് സൂര്യ സ്റ്റൈൽ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കാണ് ഇതിന്റെ അകത്ത് ഒരു ടോൾ ഫ്രീ നമ്പർ എഴുതി കാണിച്ചത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് ഗൈസ് അതിൽ കുത്തി എന്നും പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് അതിന്റെ അതോറിറ്റീസിന്റെ അടുത്ത് പറഞ്ഞു, സാർ I will meet you only after my successful operation. Goodbye. Bye. നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ ഒരു മുതുക്ക് പച്ച കളർ ഗാർബേജ് ബാഗ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതും കൊണ്ട് ഈ കമ്പാർട്ട്മെന്റുകളെല്ലാം കയറി ഇറങ്ങി നിരങ്ങി നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു വലിയ കൂമ്പാരമാക്കി തുടങ്ങി. ഹാർപ്പിക്ക് കണ്ടടച്ചാൽ എല്ലായിടത്തും ഒഴിച്ച് ബ്രഷും കൊണ്ട് ഞാനൊരു പിടി അങ്ങ് തുടങ്ങി. ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാനാണ് വാസുദേവൻ. അല്ല, ഞങ്ങൾ മൊത്തത്തിൽ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന പാത്രം കഴുകുക, തുണി നനയ്ക്കുക, അങ്ങനെ എല്ലാം. നിനക്കെങ്കിലും ഇതിനു മുമ്പ്